സിനിമയിൽ പ്രാഞ്ചിയേട്ടൻ പത്മശ്രീ അവാർഡ് കിട്ടാൻ വേണ്ടി വേണ്ടുന്നതെല്ലാ പണിയും ചെയ്തു. കാണേണ്ടവരെ എല്ലാം കണ്ടു. പണവും നന്നായി മുടക്കി. പക്ഷേ ഒടുവിൽ പ്രഖ്യാപനം വന്നപ്പോൾ പ്രാഞ്ചിയേട്ടൻ തകർന്നുപോയി. ട്രംപേട്ടൻ പക്ഷേ അങ്ങനെ ആയിരുന്നില്ല. നൊബേൽ സമ്മാനത്തിനായി അതിയായി മോഹിച്ചു. ഞാൻ 7 യുദ്ധം നിർത്തി സമാധാനമുണ്ടാക്കി, എനിക്ക് തന്നെ വേണം നൊബേൽ സമ്മാനം എന്ന് പരസ്യമായി പറഞ്ഞു. ഒറ്റ ആശ്വാസം മാത്രം, ഞാനതങ്ങ് എടുക്കും എന്ന് പറഞ്ഞില്ല. നൊബേൽ പുരസ്കാര സമിതിയുടെ പ്രഖ്യാപനം വന്നപ്പോൾ അത് ഡൊണാൾഡ് ട്രംപിനല്ല, വെനിസ്വേലൻ പ്രതിപക്ഷ നേതാവായ മരിയ കൊറീനോ മച്ചോഡോയ്ക്കാണ്. പക്ഷേ ട്രംപിന് നൊബേൽ സമ്മാനം കിട്ടിയില്ലെങ്കിലെന്ത്, മച്ചാഡോയുടെ വക നന്ദിയുണ്ട്. ഇത് കേട്ടതോടെ സമ്മാനം കിട്ടാത്തതിന്റെ സങ്കടം പോയി ഡൊണാൾഡ് ട്രംപിന്. The person who actually got the Nobel Prize called me and said, I'm accepting this in honor of you because you really deserved it. A very nice thing to do. I didn't say then give it to me though. I think she might have. She was very nice, and I've been helping her along the way. They need a lot of help in Venezuela. ഡൊണാൾഡ് ട്രംപിനൊക്കെ സമ്മാനം കിട്ടിയില്ലെങ്കിലും സമാധാനിപ്പിക്കാൻ ആളുണ്ട്. പക്ഷേ പാവം നമ്മുടെ പ്രാഞ്ചിയേട്ടന് ആരും ഉണ്ടായിരുന്നില്ല.